എന്നെ വിട്ടു പോവില്ല. അനർത്ഥമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. ഈ വീട്ടിലെ അധികപ്പറ്റികളൊക്കെ പോയി കഴിഞ്ഞു. അതായിരുന്നു അവളുടെ തലവേദന. ഇനി അവൾ എന്നെ നന്നായിട്ട് സ്നേഹിക്കും. ഇന്ന് തിരിച്ചു വരുമെന്നോ മറ്റോ വിജിതമോള് നിന്നോട് പറഞ്ഞായിരുന്നോ? അറിയില്ല. പോയത് അവളുടെ അമ്മയ്ക്കൊപ്പം അല്ലേ. അപ്പൊ പിന്നെ വരുമ്പോ വരട്ടെ. ആരാന്ന് നോക്കടി. വിശ്വട്ടനാ? എന്തായി വിശ്വ? കാര്യം നടന്നടോ. അവനെ ബാഹുലയം പൊക്കി. ഒരു വിജനമായ സ്ഥലത്തേക്കാ വിജിമോളെ കൂട്ടിക്കൊണ്ടുപോയത്. കൊല്ലാനായിരുന്നൊന്നും സംശയമുണ്ട്. സംശയമല്ലടോ, കൊല്ലാൻ തന്നെയാ കൊണ്ടുപോയത്. അവൻ അറിഞ്ഞു വെച്ചോണ്ടാടോ എല്ലാ കളിയും കളിച്ചത്. ഇന്നത്തോടെ എല്ലാം തീരുമല്ലോ. എന്ത് സഹായം വേണമെന്ന് പറഞ്ഞാ മതി, അതൊക്കെ ഞാൻ ചെയ്തു തരാം. കുറെ നാളായല്ലോ വിശ്വ നമ്മളൊന്ന് കൂടിയിട്ട്. നമുക്ക് ഇന്നൊന്ന് കൂടിയാലോ? ആയുർവേദ ചികിത്സ നടക്കുക. എന്ത് ചികിത്സ നടന്നാലും ശരി, ഇന്നത്തെ ദിവസം എനിക്ക് ആഘോഷിക്കണം. CI ബാഹുലയന്റെ അനന്തരവളെ അവൻ കൊന്നിരിക്കുന്നത്. ഇന്ന് അവനെ ചവിട്ടി മെതിച്ചിട്ടേ ബാഹുലയൻ അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകും. കരുണേട്ട, അന്ന് രാത്രി കരുണേട്ടനെ തല്ലിയത് അവനായിരിക്കും. സംശയം എന്താ? അവൻ തന്നെയാ. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവൻ എന്റെ ശരീരം ചതച്ചത്. CI ബാഹുലയനെ ഒരു പാർട്ടി കൊടുക്കണം. ഒന്നല്ലടോ, 1000 പാർട്ടി വേണമെങ്കിലും നടത്താം. അതുപോലെ ഒരു നല്ല കാര്യമാ അയാൾ എനിക്ക് ചെയ്തു. അതേ കളിച്ച് കിടക്കുന്നത് ഒരിടത്ത് ദൂരെ എറിയടി. ഇല്ല, ഈ താലിയും ഇനി എന്റെ കഴുത്തിലുണ്ടാവും. ഇവിടെ എന്ത് ഭാവിച്ചാ കരുണേട്ട? എനിക്കറിയില്ല എന്റെ സുധേ. ഒരുത്തനെ ജയിലിലാക്കിയിട്ട് അവന്റെ അനിയനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. വേറെ ഒരുത്തനെ ജയിലിലാക്കി കെട്ടിയവനുമായിട്ട് നന്നായിട്ട് പോകാൻ. നമ്മൾ ഇങ്ങനെ കിടന്ന് പെടാപ്പാട് പെടുന്നത് തന്നെ മിച്ചം. അനുഭവിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? അനുഭവിക്കാം. അങ്ങനെ വരാൻ വഴിയില്ല. അടുത്ത കോടതി കൂടുമ്പോ ഞാൻ അവനെ പുറത്തെടുക്കും. ഈ വാശിക്ക് വിജയുടെ ജീവിതം അലമ്പിക്കളയല്ലേ വേണ്ടേ? ഈ സംഭവം നടന്ന ശേഷം ഒരു അത്ഭുതം ഉണ്ടായി. അവളെന്നെ വിളിച്ചിരുന്നു, വിജിത. ആദ്യം അവളാണ് എന്നോട് ഈ വിവരം പറയുന്നത്. അവള് ചെയ്യേണ്ടത് ചെയ്തിട്ട് നിരപരാധി ചവഞ്ഞതാ. പക്ഷേ ഇവിടെ അവളെ മാത്രം സംശയിക്കാൻ പറ്റില്ലടാ. ദീപനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് CI ബാഹുലേന. അയാൾ എന്തെങ്കിലും ചെയ്യൂന്ന് നേരത്തെ ദീപം പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് കരുണനെയും മോളെയും സംശയിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഈ അടുത്ത് ദീപം പറഞ്ഞിരുന്നല്ലോ അവനോട് വിജിതയ്ക്ക് പഴയ ഇഷ്ടം വന്നു തുടങ്ങിയെന്ന്. അങ്ങനെയെങ്കിൽ അവള് കൊടുക്കാനുള്ള സാധ്യത കുമ്മിയും കിട്ടുമെന്ന് അവർക്കറിയാം. അതിനു മുമ്പ് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തതാ. പാവം, ഒരു തെറ്റും ചെയ്യാതെ അവൻ ഈ വിധിയൊക്കെ പിടിച്ചു വാങ്ങുന്നത്. ഇത് നല്ല സമയമല്ലടാ. കേൾക്കുന്നതൊക്കെ മോശം വാർത്തകളാ. കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അകന്നുപോയി. ഇനി കാർത്തൂന്റെ കാര്യം എന്താണെന്ന് അറിയില്ല. എന്താ സാർ ഇത്? എന്റെ ഭക്ഷണത്തിൽ മാത്രം ഇതുപോലെ സ്ഥിരമായിട്ട് പുഴുവും പാറ്റയൊക്കെ ഉണ്ടല്ലോ. അയ്യോ, നിനക്ക് എന്നും ബിരിയാണി കൊണ്ട് തരാം. വലിയ കഷ്ടമാണ് സാറേ. കഴിക്കുന്ന അന്നമല്ലേ? നല്ല ഭക്ഷണമേ കഴിച്ചിട്ടുള്ളൂ എന്ന് മാത്രമല്ല, നല്ലതേ കൊടുത്തിട്ടുള്ളൂ.
വേണ്ടെന്ന് പറഞ്ഞ വിടു സാർമാരെ. വിട് വിട് വിട്, അവനെ അങ്ങ് വിട്. കിളവി പറഞ്ഞ് ജോലിക്കാരിയെ വെക്കണമെന്ന്. സാവകാശം അവരെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കണം. ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട്. ആഹാരം കഴിച്ചോണ്ട് മൂലക്കിരുന്നാലേ പെട്ടെന്ന് അസുഖങ്ങൾ വരും. കിടപ്പിലായ നോക്കാൻ പാടാ. ഉടനെ ഏതായാലും അതൊന്നും വേണ്ടമ്മേ. ആ കൃഷി ഓഫീസറോ മറ്റോ പ്രശ്നത്തിന് വന്നാലേ അപ്പച്ചിയുടെ സപ്പോർട്ട് എനിക്ക് വേണം. പിന്നെ ഉണ്ണിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇതുവരെ ഇല്ല. ഇനി സംശയിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ദീപേട്ടൻ ജയിലിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണം. എനിക്കത്രേ ഉള്ളൂ. നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ ഏതൊരു പെണ്ണും ചിന്തിക്കുന്നതേ ഞാനും ചിന്തിച്ചുള്ളൂ. എനിക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടമ്മേ. എടി, ഉണ്ണി നീ തെറ്റുകാരിയാണെന്നറിഞ്ഞ പോയവനും ജയിലിൽ കിടക്കുന്നവനും ഉണ്ണിയും എല്ലാവരും ഒന്നാകത്തില്ലേ? അങ്ങനൊരു ദിവസം ഇപ്പൊ തന്നെ എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ജയിലിൽ നിന്ന് വരുന്ന ദീപേട്ടനൊപ്പം ഞാൻ താമസിക്കും. ഇവിടെ, ഈ വീട്ടിൽ. നീ നിന്റെ പപ്പയെക്കാളും ദുഷ്ടത്തരമാണല്ലോ ചിന്തിച്ചു കൂട്ടുന്നത്. ഉണ്ണിയെ കല്യാണം കഴിച്ച നിന്നെ ഇനി ദീപന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുമോടി? അവനും കുറച്ച് നേരിനെറിയൊക്കെ ഉള്ളവനാ. അതെ, ഉണ്ണിയേട്ടനേക്കാൾ പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവനെ പെൺകുട്ടികൾ ഇഷ്ടപ്പെടും. അതിനിപ്പോ ദീപന് നിന്നോട് സ്നേഹമുണ്ടോ? അവന്റെ ഉള്ളിൽ വെറുപ്പുള്ളത് കൊണ്ടാ താലി കെട്ടിയിട്ട് നിന്നെ കൊല്ലാൻ കൊണ്ടുപോയത്. ആയിക്കോട്ടെ, എങ്കിലും ആ താലി എന്റെ കഴുത്തില് ഭദ്രമായിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ കെട്ടിയ താലിക്കൊപ്പം. അത് തൽക്കാലം അഴിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനാ ഉള്ളത് മറച്ചു വെക്കുന്നത്? അതാ സത്യം. അല്ല, എടാ, ഇനി പവിത്രടുത്തിട്ട് ചേച്ചിയുടെ മോളുടെ കല്യാണത്തിന് പോയതായിരിക്കോ, അതോ വിജിതയും ഉണ്ണിയും കൂടി അവരെ പറഞ്ഞു വിട്ടതായിരിക്കോ? ഏതായാലും നാളെ പപ്പേട്ടനൊന്ന് കാണണം പോകുന്നതിന് മുമ്പ്. കാർത്തു ഇപ്പോ എന്റെ ചിന്തയിലായിരിക്കും അല്ലേ? ആയിരിക്കും. പക്ഷെ നിന്റെ അത്രയും ചിന്തിക്കുന്നുണ്ടാവില്ല. നീ ഒരുമാതിരി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവനെ പോലെ. അതുകൊണ്ട് നിങ്ങൾ ഇവിടേക്ക് വരേണ്ട കാര്യമില്ല. എല്ലാവരും അങ്ങ് പുറത്താക്കി അല്ലടാ, അതും സ്വഭാവശുദ്ധി ഇല്ലാത്ത ഒരുത്തിക്ക് വേണ്ടി. നിനക്കൊപ്പം കഴിയുമ്പോഴും മറ്റൊരുവനെ സ്വപ്നം കണ്ടു കഴിയുന്ന ഒരുത്തിക്ക് വേണ്ടി ദാ ഈ വീടിന്റെ വിളക്കായിരുന്നവരൊക്കെ നീ അങ്ങ് പുറത്താക്കി അല്ലടാ. കെട്ട വിളക്കായിരുന്നടാ അവളുമാര്. അതുകൊണ്ട് അവിടുന്ന് പുറത്താക്കിയത്. അതെ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ നിങ്ങളുടെ വാർത്തയ്ക്ക് തന്നെ മറുപടി പറഞ്ഞോളൂ. എന്നാ ഇവനുണ്ടല്ലോ, ഇവൻ ഇനി അനുഭവിക്കാൻ പോകുന്നത് ജീവിതം എന്താന്ന് പഠിക്കാൻ പോകുന്നത്. അവള് പോയതിന്റെ കുത്തല ഇനി കാണാൻ പറ്റില്ലല്ലോ. അവർക്കൊക്കെ എന്റെ കാര്യങ്ങൾ അറിയാം. ഞാനൊരു ക്രിമിനൽ അല്ലെന്ന്. അതുകൊണ്ട്
അരുൺ സാറും അഡ്വക്കേറ്റ് അഖിൽ സാറും താമസിക്കുന്ന വീട്ടിലേക്ക് എനിക്ക് ഏതു നേരം വേണമെങ്കിലും കടന്നു ചെല്ലാം. സത്യം പറഞ്ഞ ഇപ്പൊ സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും അവർ രണ്ടുപേരേ ഉള്ളൂ. അമ്മ സഹിതം തള്ളിക്കളഞ്ഞു. അതെന്താ? കാർത്തൂനോട് ഉണ്ണിയേട്ടൻ കാട്ടിയതൊക്കെ മനസ്സിൽ കിടക്കുക. ആ വെറുപ്പ് മാറുന്നത് വരെ എനിക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയില്ല. അയ്യോ, അവള് കള്ളം പറഞ്ഞതാ വിജിതേ. അത് കള്ളമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ഭർത്താവേ എന്റേത് മാത്രമായിരിക്കണം. അതിന് ചെറിയൊരു കോട്ടം തട്ടിയാ പിന്നെ അത് മാറാൻ പ്രയാസം. പൊയ്ക്കോട്ടെന്നേ. എന്നിട്ട് പരിശുദ്ധി ഇല്ലാത്ത ഒരുത്തിയെ ചുമക്കട്ടെ. എവിടുന്നോ കളഞ്ഞു കിട്ടിയ വേറൊരുത്തിയെ സംരക്ഷിക്കട്ടെ. അവളുമാരോട് സഹതാപം കടന്ന കണ്ണേട്ടനെ എനിക്കും അന്യനാ അമ്മേ. എനിക്കും ഇപ്പൊ അവനെ മോനായിട്ട് കാണാൻ പറ്റുന്നില്ല. മുഖത്തോട് മുഖം കണ്ടു കഴിഞ്ഞോ എനിക്ക് വേണ്ടി അധ്വാനിച്ച കഥകളാ പുള്ളിക്ക് പറയാനുള്ളത്. അവളുമാരെ പോറ്റിയൊന്നും മനസ്സിലില്ല. ഇനി നേർക്ക് നേരെ ഒന്ന് സംസാരിച്ചാലേ പറ്റൂ. ഞാൻ എന്തിനാ അമ്മേ തല താഴ്ത്തുന്നത്? സ്വന്തം മാമന്റെ മോളെ കെട്ടിയത് കൊണ്ട് ഇപ്പൊ ഈ കിടപ്പാടെങ്കിലും ഉണ്ട്. ഒന്നും പറയുന്നില്ല ഞാൻ. ആ മോളെ, അവളുമാര് പോയപ്പോ മുറ്റത്ത് ചാണകവെള്ളം കുടഞ്ഞു. എന്നാ വീടിനകം ഒന്ന് ശുദ്ധിയാക്കിയില്ല. ഒന്ന് തുടച്ച് വൃത്തിയാക്കപ്പച്ചി. അവളുമാരുടെ ഒരു പൊട്ടും പൊടിയും പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഒരുത്തിയുടെ കുടുംബത്തോട്ട് എല്ലാം കൂടെ പോയിരിക്കുന്നത്. അവിടെ കിണറേ ഉള്ളൂ, കുളവില്ല. ഇവളുമാര് ചെന്ന് അവിടെ മൊത്തത്തില് കുളവാക്കിക്കോളും. ഇപ്പൊ രാത്രി ജനാലയിൽ ആരെങ്കിലും ടോർച്ച് അടിക്കുന്നുണ്ടോ അപ്പച്ചി? അല്ല, മോളിതങ്ങോട്ടാ? ഒന്ന് ജയില് വരെ പോണ അപ്പച്ചി. കണ്ണേട്ടിനെ ഒന്ന് കാണണം. പാവം ഈ ചതിയും വഞ്ചനയൊന്നും അറിയാതെ അകത്ത് കിടക്കുവാണല്ലോ. കാണുമ്പോ അവളുമാരിവിടുന്ന് പോയ കഥ നീ പറയുവോ? അയ്യോ, അത് പറയില്ല. എന്തിനാ വെറുതെ അത് പറഞ്ഞ് കണ്ണേട്ടിനെ വേദനിപ്പിക്കുന്നേ? എന്തൊക്കെ പറഞ്ഞാലും പവിത്രയും കാർത്തൂനെയും കണ്ണേട്ടിന് ജീവന. എന്നെ കാണുമ്പോഴും അവരോടുള്ള സ്നേഹം കൊണ്ട് വായി തോന്നതൊക്കെ വിളിച്ചു പറയും. എങ്കിലും കുറെ ദിവസം ആയല്ലോ കണ്ടിട്ട്. ഒന്ന് കാണാം. പിന്നാലെ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ല ദീപേട്ട, ഇനി എന്റെ കാത്തിരിപ്പ് ദീപേട്ടന് വേണ്ടി തന്നെയാ. ദീപേട്ടൻ കെട്ടിയ താലിയും എന്റെ കഴുത്തിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പവിത്രയിടത്തേക്കും കാർത്തൂനും നീ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഞാൻ സ്നേഹത്തോടാ അവരോടൊക്കെ പെരുമാറുന്നത്. എന്നാ ഉണ്ണിയേട്ടൻ ഏതു നേരം അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാർത്തൂനോട് രാത്രിയില് ഉണ്ണിയേട്ടൻ മോശമായിട്ട് പെരുമാറി. ആ സംഭവം ഞാൻ അറിഞ്ഞത് പിന്നെ ഉണ്ണിയേട്ടന് കാർത്തൂനോടും പവിത്രേട്ടത്തിയോടും തീർത്താ തീരാത്ത കലിയ. അവര് കല്യാണത്തിന് പോയിട്ട് വന്നവൻ കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലാത്തവനാ. നീ വയ്ക്കോ. ഇനി എന്നെ കാണാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഞാൻ വരും. പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, കൊല്ലുന്നെങ്കിൽ കൊന്നോ. എന്നാലും ഇനി എന്റെ സ്നേഹത്തിന് മാറ്റമില്ല. അവനോടുണ്ട്. അല്ലടി, ഈ ഉണ്ണിക്ക് എന്താ ഒരു കുറവ്? അതാ ഞാനും ആലോചിക്കുന്നത്. സുധേ, എങ്ങനെയൊക്കെയോ പഠിച്ച് ഡോക്ടറായെങ്കിലും അവൻ അത്ര പോരാന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ? എന്താ അവന്റെ പോരായ്മ? അതവക്കല്ലേ അറിയാവൂ.
പെണ്ണാണെങ്കിൽ വാശി പിടിച്ചാ പിന്നെ ദൈവത്തിന് പോലും പിടിച്ചു കെട്ടാൻ പറ്റുകയല്ല. ആ സ്വഭാവമൊക്കെ മാറണം. എന്നും അവളുടെ വാശിപ്പുറത്ത് നിന്നതുകൊണ്ടാ നമ്മളിങ്ങനെ ചക്രശ്വാസം വലിക്കുന്നത്, ഞാൻ വല്ലവന്റെ കയ്യിൽ നിന്ന് തല്ലും കൊള്ളുന്നത്. നീ നോക്കിക്കോടി, ഒരു കാരണവശാലും അവനെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കത്തില്ലടി. അവൻ അവിടെ കിടന്ന് തല്ലുകൊണ്ട് പഴുക്കും. അതിലൊക്കെ നിറച്ചിരുന്നത് കാർത്തുവാ. അനാഥ പെണ്ണെന്ന അമ്മ ആക്ഷേപിക്കുമെങ്കിലും അവള് ഞങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം തന്നെയായിരുന്നു. മോള് പൂജാമുറി കയറി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അവിടെ തന്നെ ഇരിക്കും. ദൈവങ്ങളോട് ചിലപ്പോ വർത്താനം പറയുന്നതും കേൾക്കാം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്പലം പോലെയായി പൂജാമുറി. അങ്ങനെയുള്ള കാർത്തൂന് പടിയിറങ്ങി പോവേണ്ടി വന്നാ അത് കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാവും. കല്യാണം കഴിഞ്ഞ് പോയാൽ കുഴപ്പമില്ല, അല്ലാതെ കരഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. ചേട്ടൻ കൂടുതൽ നേരം കാർത്തൂനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ചേട്ടന്റെ മോളെ കുറിച്ച് പോലും അധികം പറയാറില്ലല്ലോ. എന്റെ അമ്മോ, എന്തൊരു വേദന! അവളുമാർ അവിടെ ഇരുന്ന് എന്നെ പ്രാഗുവാണോ? വേദന പറയുന്നില്ലേ? അയ്യോ, എന്തോ ചേപ്പച്ചി? ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. നീ പോയതിന് തൊട്ടു പിറകെ ഞാൻ കാല് വഴുതി ഒന്ന് വീണു. എന്നിട്ട് നിങ്ങൾ പറ്റിയോ അപ്പച്ചി? ഒന്നും പറയണ്ടെന്റെ കുഞ്ഞെ. നടുവും പോയി, കാലും പോയി. കാല് തെറ്റിയിട്ടേ നടു ഇടിച്ച വീണ്. എഴുന്നേറ്റപ്പോ കാലിന്റെ കുഴയ്ക്ക് ഭയങ്കര വേദന. ഇത് നേരത്തെ തൊട്ടുള്ളതാ. വീണപ്പോ കുറച്ചുകൂടി അങ്ങ് കൂടി. മോളെ, ഈ കുഴമ്പിച്ചിരി അപ്പച്ചിയുടെ കാലെ തൂത്തുക. ഞാൻ വോമിറ്റ് ചെയ്യും. ഓ, ഞാനിവിടെ നടുപിടിച്ച് വീണ് കിടന്ന് നിലവിളിച്ചിട്ട് ഓടി വരാൻ ഒരാള് പോലും ഇല്ലായിരുന്നു. അയ്യോ, കഷ്ടായി പോയി. അതെ, ഈ വേദനയൊന്നും മാറിക്കഴിഞ്ഞാലും ജോലി ഇവിടെ ഒരുപാടുള്ളതാ. അതുകൊണ്ടാ പറഞ്ഞേ, ഒന്ന് തടവിത്താ മോളെ. അപ്പച്ചി ഒരു കാര്യം ചെയ്യും, വേഷം മാറി വന്ന് കാറി കയറ്, നമുക്ക് ഹോസ്പിറ്റൽ വരെ പോവാം. ഇതിനു മുമ്പ് ഞാനൊന്ന് പോയതാ. അന്ന് കണ്ണിച്ചോരയില്ലാത്തൊരു ഡോക്ടർ കാലെ പിടിച്ച ഒരൊറ്റ ഞെക്ക്, എന്റെ ജീവൻ പോയി. അപ്പൊ കുറച്ച് വേദനിച്ചാലും പിന്നെ മാറില്ലേ? എവിടെ മാറാൻ? അതിനുശേഷമാ എന്റെ കാല് ഈ പരുവത്തിലായി. നോക്കാതിരിക്കോ അപ്പച്ചി? പിന്നെ ചെയ്യാൻ പറയാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പറഞ്ഞാ അത് ഇച്ചിരി ബുദ്ധിമുട്ടാ. ഞാൻ കുഴമ്പിട്ട് തടവി തന്ന അപ്പച്ചിക്കത് ആശ്വാസമായിരിക്കും. പിന്നെ കിടപ്പിലാവാൻ പോകുന്നത് ഞാനാ, ഛർദിച്ച് കുഴഞ്ഞു. മോളെ, ഇതുപോലെ ഒന്ന് വീണ് കാലുളിക്കെന്നിരിക്കട്ടെ, അപ്പൊ ഞാൻ നിന്റെ കാലില് കുഴമ്പിട്ട് തന്നൂന്നിരിക്കട്ടെ, അപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയുവോ? അങ്ങനൊരു സംഭവം ഉണ്ടായാ ഞാൻ വീട്ടിലിരുന്ന് ഇതുപോലെ കുഴമ്പിട്ടൊന്നും തടവില്ല അപ്പച്ചി. പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവും. എന്നിട്ട് പറ്റിയൊരു ഡോക്ടറിനെ അങ്ങ് കാണും. ഓ, അങ്ങനെയാ വേണ്ടത്. ഓരോന്നിനായി സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരുണ്ട്. പനിക്കും പല്ലിനും എല്ലിനും കുഴമ്പിട്ട് തടവിക്കൊണ്ടിരുന്നത്. ആ, ശരി ശരി, അതൊക്കെ പോട്ടെ. കുഴമ്പിന്റെ മണം പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അതെ, ഇനി ഈ വീട്ടില് ജോലി ഒരുപാടാ. അതൊക്കെ മോള് ചെയ്യുവോ? അയ്യോ, എനിക്കറിയാൻ പാടില്ലാത്ത പണിയൊന്നും ഞാൻ ചെയ്യില്ല അപ്പച്ചി. മോക്ക് എന്തെങ്കിലും പണി അറിയാവോ? ഒന്നും അറിയില്ല. അതിന് കുറ്റപ്പെടുത്തേണ്ടത് എന്നെയല്ല, എന്റെ അമ്മയെയാ. എന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അറിയാത്ത ജോലി ചെയ്തിട്ട് അതിന്റെ പഴി അപ്പച്ചി ഉൾപ്പെടെ മറ്റുള്ളവരുടെ വായിന്ന് കേൾക്കാൻ എനിക്ക് വയ്യ. അതിന് കുറ്റപ്പെടുത്തേണ്ടത് എന്നെയല്ല, എന്റെ അമ്മയെയാ. എന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അറിയാത്ത ജോലി ചെയ്തിട്ട് അതിന്റെ പഴി അപ്പച്ചി ഉൾപ്പെടെ മറ്റുള്ളവരുടെ വായിന്ന് കേൾക്കാൻ എനിക്ക് വയ്യ. ഞാനൊന്ന് കിടപ്പിലായ കിടന്നു പോകുമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കിടപ്പിലായ പിന്നെ കിടക്കല്ലേ വേണ്ടത്, അല്ലാതെ എഴുന്നേറ്റ് ഓടുവോ? മൂത്ത മോൻ നല്ലൊരു മരുമോളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. സ്വഭാവശുദ്ധിയില്ലാത്തവര് വീട്ടിനകത്ത് കയറി, അവരെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി. CI ബാഹുലയൻ ട്രാൻസ്ഫർ ആയി വന്നതും എന്നെ ജയിലിലാക്കിയതും ഒരു നിമിത്തമായി എനിക്കിപ്പോ തോന്നാ. അതുകൊണ്ടാ ഞാൻ ഏട്ടനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അരുൺ സാറിനെ പോലെ എനിക്കൊരു ഏട്ടനെ കിട്ടിയ പോലെ.
ഉച്ചയ്ക്ക് ഞാനൊന്ന് ഉറങ്ങിയിടോ. അപ്പൊ കണ്ടത് മുഴുവൻ കാർത്തൂനെ പറ്റിയാ. മോളെ ആരൊക്കെയോ ഭയപ്പെടുത്തുന്ന പോലുള്ള സ്വപ്നങ്ങൾ. അവിടെ ഇനി കാർത്തൂന് എന്തെങ്കിലും ശ്വാസമുട്ടലുണ്ടോ എന്തോ? അപ്പോ അവന്റെ മാത്രമല്ല, അവന്റെ കെട്ടിയോടെ കൂട്ടും നിനക്ക് വേണമെന്ന് തോന്നി. ആ സമയത്താണ് നിന്റെ സമയവും അവന്റെ സമയദോഷവും തുടങ്ങിയത്. അവനങ്ങ് ജയിലിലേക്ക് പോയി. അതോടെ മതിലകത്തെ ജനാലയിലൊക്കെ ടോർച്ച് തെളിയാൻ തുടങ്ങി. എന്നിട്ടോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ബാക്കി കഥ കൂടെ പറ. കണ്ണന്റെ കരണത്ത് അടിച്ചു എന്നല്ലേ നീ പറഞ്ഞത്? അല്ലേ? കണ്ണന്റെ അല്ലടാ, കരുണന്റെ കാരണത്താ ഞാൻ അടിച്ചത്. ഇപ്പൊ ഇവിടെ വെച്ച് പവിത്ര അങ്ങ് പ്രതിയാക്കി. ഉണ്ണി എന്ന പാവയെ അങ്ങ് വിലക്കെടുത്തു അവൻ. സ്വന്തം കൂടപ്പറപ്പിനേക്കാളും സ്വത്തും പണവും മോഹിക്കുന്ന ഒരുത്തൻ ഇതിനൊന്നും വലിയ വില കൽപ്പിക്കില്ല. പക്ഷേ നിന്റെ മൂത്ത അനന്തരവനുണ്ടല്ലോ, കണ്ണം പുറത്തു വന്ന് കഥകളെങ്ങാനും അറിഞ്ഞ അരിയും നിന്റെ കഴുത്ത്. അവനിപ്പോഴും അറിയില്ല അവന്റെ മോളും പവിത്രയും കാർത്തുമോളും ഒന്നും വീട് വിട്ടുപോയ കാര്യം. ജയിലിൽ കിടക്കുന്ന കണ്ണനോട് സത്യങ്ങൾ പോയി പറയാൻ മടിയാടാ. അതിനുള്ള ചങ്കുറപ്പേ അവന് ഇതിനകത്ത് വെച്ചോണ്ട് നടക്കുന്ന എനിക്കില്ല. എന്നെ പോലെ കണ്ണനെ സ്നേഹിക്കുന്ന മറ്റു പലർക്കും. അതൊക്കെ ഉണ്ട്. എല്ലാവരും എന്റെ ശത്രുക്കളാ. അവന്മാര് 3 പേരും ജയിലിൽ നിന്ന് ഇറങ്ങി എന്റെ നേരെ പാഞ്ഞു വരുന്നതും ടിപ്പർ ലോറി കയറുന്നതും ഒരുപോലെയാ. അതുകൊണ്ട് ഇനി കേസും വേണ്ട, വഴക്കും വേണ്ട. ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് തല്ലുകൊണ്ട് പോട്ടെ. സഹിക്കാൻ പറ്റാത്ത വേദനയാ. അവൻ എന്തൊക്കെയോ വരാനിരുന്നതാ. അതുകൊണ്ടാ അവൻ എന്നെ തല്ലാ തോന്നിയത്. പപ്പനിവിടെ ഇല്ലേടി? ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കുക കണ്ണേട്ടന്റെ അമ്മേ. നീ ഇവിടെ തുണിയും തുന്നിക്കൊണ്ടിരുന്നോ? ചുറ്റുപാട് നടക്കുന്നത് ഒന്നും അറിയണ്ട. എന്തു പറ്റി? പവിത്ര പോയതേ അവളുടെ വീട്ടിലേക്കാണോ അതോ വാടക വീട്ടിലേക്കാണോ? എന്താ കണ്ണേട്ടന്റെ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എടി നീ ഇതൊക്കെ അന്വേഷിക്കണ്ടേ? ആ പവിത്രയ്ക്ക് ഈ നാട്ടിൽ തന്നെ പപ്പൻ വാടകയ്ക്ക് വീടെടുത്ത് കൊടുത്തിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നാൻ? അവൻ ഏതു നേരം ഇവിടെ ഉണ്ടോ? ഇല്ല, എപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാ ടോർച്ചിന്റെ വെളിച്ചം കണ്ടാൽ ഇറങ്ങി വരാൻ ഇപ്പൊ അവിടെ ആൾക്കാരില്ലല്ലോ. എടീ, ആണുങ്ങൾ അങ്ങനെ ശൗര്യമൊക്കെ കാണിക്കും, ചാടിത്തുള്ളും. അവരുടെ ഭാഗത്തെ തെറ്റു മറയ്ക്കാനാ അത്. നീ അത് സമ്മതിച്ചു കൊടുക്കരുത്. ചില നേരത്തെ കീരിയും പാമ്പും ആകണം, എങ്കിലേ വീട്ടിനകത്ത് സമാധാനം കിട്ടൂ. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അതുപോലെ ഒരാളെയല്ലേ എനിക്ക് കിട്ടിയത്. എന്നുവെച്ചാ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരുടെ ദേഹത്ത് കൈവച്ചാലേ അവൻ ഇരുട്ടടി ഉറപ്പാ. മാത്രമല്ല ചിലപ്പോ ജയിലിലും കിടക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ആ പവിത്രയുടെ പിന്നാലെ പപ്പേട്ട നടക്കുന്നതെന്ന് കേൾക്കാതെ ഇതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുക. എന്റെ ദേഹത്ത് കൈവച്ചവരിൽ 2 പേരെ ഇപ്പൊ പുറത്തുള്ളൂ. അതൊന്നാ കൃഷി ഓഫീസറും പിന്നെ ഈ പപ്പനും. പപ്പ അടികൊണ്ട പാടുമായിട്ട് എന്റെ മുന്നിൽ നിൽക്കുമ്പോ പപ്പയേക്കാൾ വേദനിക്കുന്നതേ എനിക്കാ. അറിയാം മോളെ, ആ സങ്കടമൊക്കെ മാറും. കരുണൻ മണ്ടനാകും, മന്ദബുദ്ധിയാകും. അതിന്റെയൊക്കെ അവസാനമേ അവന്റെയൊക്കെ നെഞ്ചത്ത് റീത്ത് വെക്കുന്നതും ഞാൻ തന്നെയായിരിക്കും. അവന്റെ പെണ്ണിനെ ഞാൻ കണ്ടായിരുന്നു, നയനയെ. ശരിക്കും ഞാൻ അവളെ ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, നീ അതിന്റെ പേരിൽ അവൻ ഇങ്ങോട്ട് രാത്രിയിൽ അവിടെ ചെല്ലുന്നുണ്ടോന്ന് നോക്കാനും പറഞ്ഞിട്ടുണ്ട്. കണ്ണനെ കാണുമ്പോ അവന് ഈ കഥയൊക്കെ മാറ്റി പറയും. ചേച്ചി, എല്ലാം എന്റെയും എന്റെ മോളുടെയും തലയെ കൊണ്ട് വെക്കും. ചേച്ചിയുടെ തലതിരിഞ്ഞ മൂത്ത മോനാണെങ്കിലോ അതൊക്കെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ആൾ ആദ്യം കാണാൻ വരുന്നതേ നമ്മളെയൊക്കെ ആയിരിക്കും. ആയിരിക്കും. ഉണ്ണേട്ടൻ പോയി കണ്ണേട്ടനെ കണ്ട കാര്യം പറഞ്ഞപ്പോഴേ പവിത്ര പരിശുദ്ധ, തെറ്റുകാരൻ ഞാൻ.
പാവം നിഷ്കളങ്കിയായ എന്റെ മോള്. നീ വിഷമിക്കണ്ട. അങ്ങനെ അവളുമാരെ മാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാ എന്റെ മോനായിട്ട് പോലും ഞാൻ അവനെ ജയിലിൽ പോയി കാണാത്തത്. ഇനി അവൻ ഇവിടേക്ക് വന്ന ഉണ്ണിയേട്ടൻ തന്റെ അടുത്തോടെ പറയണം, ഈ വീട്ടുമുറ്റത്ത് കാല് കുത്തരുതെന്ന്. വീടിനകത്ത് കയറി ആക്രമിച്ചെന്ന് കള്ളക്കേസ് കൊടുത്ത അയാളും അകത്ത് കിടക്കും. അല്ലെങ്കിൽ നമ്മളെയൊക്കെ കൊന്നിട്ടേ അവൻ പോകൂ. അതവൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമതിപ്പോ ജയിലിനകത്ത് അവൻ മാത്രമല്ല 2 പേരുണ്ട്. ആരാ ഈ 2 പേര്? അല്ല, അത് പിന്നെ മാമന്റെ ഒരു ശത്രു കൂടെ അവിടെ കിടപ്പുണ്ട്. കണ്ണനെയും പപ്പനേക്കാളും മാമനെ വെറുക്കുന്ന ഒരുത്തൻ. എന്തും പറഞ്ഞാ പപ്പൻ എന്നെ അടിച്ചെന്ന് മോൻ അറിയുവോ? എന്തിനാടാ പവിത്രയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് ചോദിച്ചോണ്ടാ എന്റെ കാറിനെ കുറ്റിക്കിട്ട് അടിച്ചത്. മര്യാദയ്ക്ക് ഉടനെ തിരിച്ചു വിളിച്ചോണ്ട് വരണമെന്നും പറഞ്ഞു. മരിച്ചാലും അത് നടക്കില്ലെന്ന് മാമൻ പറഞ്ഞില്ലേ? ഏട്ടത്തിയുടെ കഥകൾ അറിഞ്ഞിട്ടും അവന്മാരെ സ്നേഹിക്കുന്ന കണ്ണേട്ടനോട് പോലും എനിക്കിപ്പോ വെറുപ്പാ. ഞാനിനി കണ്ണേട്ടനെ കാണാൻ ജയിലിലേക്ക് പോകുന്നില്ല. അമ്മേ, അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഇനി പപ്പനെ കണ്ണേട്ടൻ സപ്പോർട്ട് ചെയ്താ ഏട്ടനും ഈ വീട്ടിലിടം കാണില്ല, പറഞ്ഞേക്കാം. മടിയില്ലാത്ത നിങ്ങള് ഏതറ്റം വരെ പോകുന്ന എനിക്കറിയാം. കുട്ടികളില്ലാത്തതിന്റെ കുറവ് ഇപ്പോഴാണ് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത് അല്ലേ? ഞാൻ പോരാന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ട. കൂടെ കഴിയുന്നവൻ അങ്ങനെ ഒരു ചിന്തയുണ്ടായെന്ന് തോന്നിയ അവനങ്ങ് കളഞ്ഞിട്ട് പോണോടി. എനിക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് ഇറങ്ങിയാൽ 2 കൈ നീട്ടി സ്വീകരിക്കാൻ വേറെ ആളില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാം. നിനക്ക് വേണ്ടതൊക്കെ ഇവിടേക്ക് എത്തിക്കാം. എന്നിട്ട് മാറി നിക്കാം. എന്താ അത് വേണോ? ഓ, ഇനിയിപ്പൊ അത് സന്തോഷായിരിക്കുമല്ലോ. നാവടക്കിട്ട് പോയി തുണി ഇറക്കടി. അതെങ്കിലും ഒന്ന് വിളിക്കട്ടെ. അതിന്റെ ഒരു സമാധാനക്കേട് കാണും. ആ, ഉണ്ണി എന്നെ ഇടയ്ക്ക് കാണാൻ വന്നിരുന്നു. എന്തു പറയാനാ വന്നതെന്നറിയോ? നിനക്കേ പവിത്രയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറയാം. എടാ, നമ്മള് കൈപിടിച്ച് വളർത്തിയ പയ്യനാണെങ്കിലും അവനും ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാതായി പോയി. ഇങ്ങനെ ഒരു കഥ നാട്ടിലൊക്കെ പ്രചരിക്കുന്നുണ്ട് കണ്ണ. കൂടുതലും പാടി നടക്കുന്നത് കണ്ണന്റെ അമ്മ തന്നെ. ചിലരൊക്കെ എന്നെ സംശയത്തോടെ നോക്കുന്നു. നാവ് ഞാൻ പിഴുതെടുത്തനെ. എന്റെ കൂട്ടുകാരനെ എനിക്കറിയത്തില്ലേ? എടാ, നിന്റെ സ്വഭാവം വേറൊരാള് പറഞ്ഞു വേണോ ഞാൻ മനസ്സിലാക്കാൻ? ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ച് നീ പവിത്രയും കാർത്തൂനെയും കാണാതെ നടക്കരുത്. എനിക്കെന്റെ അമ്മയും അനിയനൊന്നും ഒരു വിശ്വാസമില്ല. എടാ, എന്റെ ഭാര്യയ്ക്കും കാർത്തൂനും നന്ദനമോൾക്കും ബലം നീയും എനിക്കൊപ്പം നിന്ന കുറച്ച് ആൾക്കാരുവാ. അതുകൊണ്ടേ അവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. നീ പവിത്രയും കാർത്തോട്ടത്തിനും എവിടെ വേണമെങ്കിലും പൊയ്ക്ക് ഒന്നിച്ച്. നിനക്കൊപ്പം സഞ്ചരിക്കുന്ന അവര് സുരക്ഷിതരാണെന്ന് എനിക്കറിയാം. അറിഞ്ഞു വെക്കണം. അവരിപ്പോ അവിടെ ജീവിക്കാൻ പാടുപെടുകയായിരിക്കും. ഏയ്, അങ്ങനെയൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാതങ്ങ് പോവാ. പറമ്പൊക്കെ തരിശായി കിടക്കുമായിരിക്കുമല്ലേ? നോക്കാനാളില്ലല്ലോ കണ്ണ. എല്ലാം കൈവിട്ടുപോയി. ഇനി നമുക്ക് ആജ്ഞാപിക്കാൻ പറ്റില്ല. എങ്ങനെങ്കിലും കാർത്തൂന്റെ കല്യാണം കഴിയണം. എന്നിട്ട് ഞാൻ വന്നു കഴിഞ്ഞാ പവിത്രയും നന്ദനമോളുമായിട്ട് വീട് മാറണം. ഓല മേഞ്ഞൊരു വീട്. ഏതായാലും ദിവസം ഒരു 10,000 രൂപ കിട്ടുമല്ലോ, അത് മതി. ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയതല്ലടാ നമ്മളെല്ലാം. ഇനിയും ഒത്തുവരും. ആൾക്കാര് പറയുന്ന ചങ്കി തട്ടുന്ന വർത്തമാനം കേട്ട് ഞാൻ വരുന്നവരെ നീ അവരെ കണ്ടില്ലെന്ന് നടിക്കാതിരുന്നാ മതി. ഞാനങ്ങനെ ചെയ്യോടാ. നീ ധൈര്യമായിട്ട് എല്ലാം ശരിയായി വരും. പോട്ടെ.
അപ്പച്ചി. ആ പിന്നെ ഒരു 4-5 മുട്ടയും കൂടി എടുത്തങ്ങ് പൊരിച്ചു. മീനുണ്ടല്ലോ മോളെ, കറി വെച്ചതും ഉണ്ട് പൊരിച്ചതും ഉണ്ട്. എന്നാലും പപ്പയ്ക്ക് മുട്ട വേണം, അമ്മയ്ക്കും ഇഷ്ടം. അവര് രണ്ടാളും കഴിക്കുമ്പോ പിന്നെ എനിക്കും അതുകൂടി ഒന്ന് പൊരിച്ചേക്ക് അപ്പച്ചി. അതിനിപ്പോ വലിയ സമയമൊന്നും വേണ്ടല്ലോ. ആ 3 ആളിന്റെ പണി ഒന്നിച്ച് ചെയ്യുക. ഒരെണ്ണത്തിന്റെ കയ്യിൽ നിന്നും ഒരു സഹായവും ഇല്ല. ഹോ, എന്താ അപ്പച്ചി പറയുന്നത്? വെച്ചു വിളമ്പി അവരിവിടെ ജീവിച്ചാ മതി. അവരുടെ നല്ല കാലത്തെ ഞാനിങ്ങോട്ട് കേറി വന്നപ്പോ എന്നെ കൊണ്ട് ഒരുപാട് വീട്ടുജോലി ചെയ്യിപ്പിച്ചിട്ടുള്ളതാ. ദേ കരേട്ടന് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ മുതലും പലിശയും ചേർത്ത് നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തു. ഞാൻ ഒന്നിനും ഒരു തടസ്സമേ അല്ല. കുറ്റം പറയായിരുന്നെങ്കിലും പവിത്രയുടെ പാചകം അടിപൊളി തന്നെയായിരുന്നു. അപ്പച്ചി അത്രത്തോളം പോരാ. മിണ്ടരുത്, കുറ്റം ഒന്നും പറഞ്ഞേക്കരുത്, പ്രോത്സാഹിപ്പിക്കണം. അതെന്തിനാ? ഇനി ഇന്നത്തെ കാലത്ത് അടുക്കളപ്പണിക്ക് ഒരാളെ വെക്കണമെങ്കിലും കൊടുക്കണം 10-15,000. ഇതിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതൊക്കെ എളുപ്പമാ. ഇപ്പോ സുധ പോലും അടുക്കളയിലേക്ക് കേറുന്നില്ല. കാരണം അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ചേച്ചി. ആഹാരം കഴിക്കുമ്പോ വഴക്ക് വേണ്ട, കഴിച്ചേ. ഞാൻ നിർത്തിയില്ല. ഇനിയിപ്പോ ഭക്ഷണമൊക്കെ ഇവിടുന്ന് തന്നെയാ ചേച്ചി. എന്തെങ്കിലും കഴിക്കാനുള്ള സമയമാകുമ്പോ ഞാൻ ഇങ്ങെത്തും. കൊറേ കാലമായി വീടിനകത്ത് പാചകം എന്ന് പറയാൻ ഒന്നുമില്ല ചേച്ചി. പുറത്തുനിന്നാ പലതും വാങ്ങിയിരുന്നത്. ഇനി വേണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ. പിന്നെ എങ്ങനെ ഉറങ്ങാനാ? ഓ, അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നത് വലിയ വിഷമായി കാണും. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോ ബൈക്ക് എടുത്തോണ്ട് പോവാമായിരുന്നു. എന്നിട്ട് അവളുമാര് താമസിക്കുന്ന വീട്ടിൽ ചെന്ന് ലൈറ്റ് അടിക്കായിരുന്നു അല്ലേ? രാത്രി എങ്കിലും ഇത്തിരി സ്വസ്ഥത. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഇങ്ങനെയുണ്ട് ഒരു ശല്യം, സദാസമയം ചലബിലാന്ന് പറഞ്ഞോണ്ട്. അതെ, പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. കാവിശ്ശേരി കരുണനെ തല്ലിയതാ. അയാൾ ഇപ്പൊ തന്നെ ആൾക്കാരെ വെച്ചിട്ടുണ്ടാവും ഒത്തുകിട്ടിയ തല്ലാൻ.